ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ഡാൻസേഴ്സും എല്ലാരും കൂടെ വന്ന പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സോങ് ആണല്ലോ, ഇഷ്ടമുള്ള ഒരു സിനിമയിലെ സോങ് ആണ്. നമുക്ക് ചോദിക്കാം. ശരത് സാർ മോളെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഒരു നല്ല എന്താ പറയുക ഒരു സുഖമുണ്ടായിരുന്നു. അപ്പോൾ ഈ പാടി തുടങ്ങിയപ്പോഴാണ് കുറച്ച് ശ്രുതി അത് മനസ്സിലായോ, നമ്മളത് ശ്രുതിയിലല്ലെന്നുള്ള കാര്യം. പിന്നെ സൊല്ല് അതൊക്കെ അത് കറക്റ്റ് ശ്രുതിയിലായിരിക്കണ്ടേ. ഞാൻ എത്ര വട്ടം സൊല്ലും നമുക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പല്ലവിയുടെ പല്ലവി ഒരു തുടക്കം ഒരു ശ്രുതി അവിടെ ഇവിടെ കുറച്ച് ചേർന്നിട്ടില്ല. ആ സൊല്ലും അത് അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ചേർന്നില്ലെങ്കിൽ പിന്നെ സംഗതികൾക്ക് കുറച്ചും കൂടെ ഒരു ഗുണമുണ്ടാവാം കേട്ടോ. അല്ല നമ്മളിപ്പോൾ ഇത് അങ്ങനെ വലിച്ചു കീറി നോക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു പാടുമ്പോൾ, വലുതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഇതെന്താണ് ഈ ലിറിക്ക്? കല്യാണത്തിന്റെ അതൊക്കെ മോളെ അതല്ല, ഈ ലിറിക്ക് ഒന്ന് പറയാമോ? പല്ലവിയുടെ യാരോ യാരോടി ഉന്നോട പുരുഷൻ. പുരുഷൻ എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ ഗ്രാമങ്ങളിൽ എങ്കടിയോ ആ പുരുഷൻ എന്ന് ചോദിക്കും. അതാണ് അത് കേട്ടോ. യാരോ യാരോടി ഓൻ തിമിർക്ക് അരസൻ. ഓൻ തിമിർക്ക് അരസൻ. ഓക്കെ, തിമിരെന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് കേട്ടോ. അതൊക്കെ അറിയാവോ? ഇല്ല. നന്നായി. ഈക്കി പോലെ ലവടിക്ക. ഈക്കി പോലെ ലവ് അടിക്ക എന്നായിരിക്കും. ലവ് അത് വാട്ട് എവർ യാർ. അത് മോളെ കുറച്ചും കൂടി ലിറിക്ക് നോക്കണം കേട്ടോ. ഞാൻ അതാ നോക്കിയത്. അത് എന്താ ലിറിക്സിൽ ചിലതിൽ നോക്കിയപ്പോ ഈക്കി പോലെ നിലാവടിക്കാന്നുണ്ട്, പക്ഷെ കേൾക്കുമ്പോ പോലെ ലവടിക്ക. അത് കേട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാര്യം എഴുതി പലതും കാണും. ഇതിൽ കേട്ടിട്ട് എന്താണ് പാടിയേക്കുന്നത് നോക്കുക. കുറച്ചും കൂടെ എനിക്ക് ആ തമിഴ് കുറച്ചും കൂടെ പക്ക ആകാമെന്ന് തോന്നി കേട്ടോ. അതേ ഉള്ളൂ, വേറൊന്നുമില്ല. ആ സംഗതികൾക്ക് കുറച്ചും കൂടെ ഒരു ചന്തം വരാം, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാം. അത് അത്രേ ഉള്ളൂ ചക്കരെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക ആഗ്നസ് എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ പല്ലവിയിൽ കുറച്ച് ഔട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അനുപല്ലവി നമ്മുടെ ചൊല്ലിക്കൊടുങ്ക ആ പ്ലാൻ ഇല്ലേ, അത് ഒന്ന് വഴുതിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ചരണത്തിൽ മറ്റേ മുടിച്ച് ആ സെയിം പ്ലാൻ വരുന്നുണ്ടല്ലോ, റിപ്പീറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാട്ട് പല പല രീതികളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ടോൺ മോഡുലേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. പിന്നെ കോറസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സിങ്ക് ഉണ്ടായിരുന്നു നിങ്ങൾ നാലുപേരും തമ്മിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയിൽ കയറിയിട്ടൊക്കെ പാടേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടല്ലോ സെക്കൻഡ് ഹാഫിൽ. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്തു കേട്ടോ. പിന്നെ ആഗ്നസ് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പല്ലവിയുടെ സമയത്തൊക്കെ നല്ല ഒരു എനർജി ഉണ്ടായിരുന്നു. പക്ഷെ പോകെ അതിങ്ങനെ കുറഞ്ഞ് വന്നതുപോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു, ഒന്ന് ഡ്രോപ്പ് ആയതുപോലെ ഫീൽ ചെയ്തു ടുവേർഡ്സ് ദി എൻഡ് കേട്ടോ. ബാക്കി അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നന്നായിട്ട് തന്നെ പാടി, നല്ല ടോൺ. ആ ടോൺ ആക്ച്വലി ഈ പാട്ടിന് ആപ്റ്റ് ആയിട്ടുള്ള ടോണാണ്. നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു സർ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. വിജയ് ചേട്ടാ. ആഗ്നസ് എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആഗ്നസിന്റെ എനർജി ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ആ തുടക്കത്തിൽ നല്ല ഓപ്പണിംഗ് ഒക്കെ നല്ല ഇതായിട്ട് വന്നു. പിന്നെ കുറച്ച് ആ സോങ്ങിൻ്റെ ഒരു ഇതാണ്, മീൻസ് ലൈക്ക് അവിടുന്ന് ആ സോങ്ങും ആ ഒരു ഫീലിൽ അങ്ങനെ പോകുന്നുള്ള ആ വീഡിയോയിൽ നമുക്കത് കാണുമ്പോൾ ഒരു കൂടുതൽ രസമായിട്ട് തോന്നുന്നുള്ളത്. ലൈക്ക് മേ ബി ഓൺ എ പെർഫോമൻസ് സൈഡ് വേറൊരു അപ്പ് ഇല്ല അതിന്. ആ തുടക്കത്തിൽ ഉള്ളതും പിന്നെ ഐ തിങ്ക് ഈ ചേഞ്ച് ഓവേഴ്സ് വേറെ വോയിസിൽ വന്നതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. അതിനൊരു ദാറ്റ്സ് ആൻ ആഡഡ് തിങ് ഇൻ ദ സോങ്. സോ അത് ഫോർ യു ടു ബി ഏബിൾ ടു ഡു ഇറ്റ് ആൻഡ് ചേഞ്ച് ഇറ്റ് അക്കോർഡിംഗ്ലി വാസ് വെരി ഗുഡ്. താങ്ക് യു സർ. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഇറ്റ് വാസ് നൈസ്. ഐ തിങ്ക് ജസ്റ്റ് ഫ്യൂ മൈന്യൂട്ട് തിങ്സ്. ഐ തിങ്ക് കുറച്ച് വെൻ യു സിംഗ് ജനറലി നമ്മൾ വെദർ വി ട്രൈ ടു പ്രാക്ടീസ് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ ശ്രുതി ബോക്സ് ലൈക്ക് അല്ലെങ്കിൽ ജസ്റ്റ് തമ്പുര ലൈക്ക് ആ ഒരു ഇതിൽ ജസ്റ്റ് ആ പിച്ച് നമ്മളിങ്ങനെ ആ ഒരു ഇതിലേക്ക് കുറച്ചുകൂടെയും ട്രൈ ടു ബി എ ലിറ്റിൽ മോർ ഇൻ പിച്ച്.
അപ്പോൾ ഇങ്ങനത്തെ പാട്ടിലായാലും എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ടിലാകുമ്പോഴത്തേക്കാണ് ബിക്കോസ് യു ഹാവ് ടു ബി ഇൻ എ വെരി ജോവിയൽ ഒരു ഭയങ്കര ഒരു പെപ്പി ആയിട്ടാണ് പാടേണ്ടത്. പക്ഷെ അതിൽ എന്ത് വരുന്നത് വെച്ചാൽ സംടൈംസ് വി പുഷ് ടു മച്ച് ആൻഡ് വി ഗോ ലിറ്റിൽ out of pitch. ആർക്കായാലും it happens. So when we sing the like അവിടെയൊക്കെ പാടും സ്ലോ ആവും, ലൈക്ക് ഒരു ചെറിയ സ്ലോ ആയിട്ട് വരും അത്. അപ്പം അവിടെയൊക്കെ ലൈക്ക് ആ ട്യൂണിങ് കുറച്ചുകൂടെയും ഐ മീൻ യു കനോട്ട് ബി പെർഫെക്റ്റ്, പക്ഷെ ട്രൈ ടു, അത് മാത്രം അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു വിജയ് ചേട്ടാ. ആഗ്നസ്, മാർക്ക് ചോദിക്കാം. മക്കളെ എത്ര മാർക്ക് വേണം? ഈ പാടിയന് എത്ര തരണം ഞങ്ങൾ? 8.5. ഓഹോ, അത് അപ്പുറത്ത് ആ പള്ളിയിൽ പോയി പറഞ്ഞാൽ 8. താങ്ക് യു സർ. ഓ, കറക്റ്റ് ഗസ് ചെയ്യായിരുന്നു കേട്ടാ. താങ്ക് യു ശരത് സാർ. ഷാനിക മോളെ എനിക്ക് ചൊല്ലിക്കൊടുങ്ക ഒന്ന് പാടിത്തരോ? ചൊല്ലിക്കൊടുങ്ക എന്നാ കുറച്ചും കൂടെ മാർക്ക് കൊടുക്കും. നല്ല ടോണാ മോളെ നിന്റത്. താങ്ക് യു സർ. ലവ് യുവർ ടോൺ. 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. വിജയ് ചേട്ടൻ ഉണ്ട്. ഓക്കെ, ഡൺ. അപ്പോൾ 16.5 മാർക്സ്. താങ്ക് യു സർ. സൂപ്പർ, അടിപൊളി.